നിനക്കറിയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ 100 വട്ടം മരിച്ചിട്ടുണ്ടോ എൻ്റെ മനസ്സിൽ. മരുത് എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കണ്ണിൽ കൂടെ ഞാൻ കാണുന്നത്. ഒരിക്കലും ഞാൻ എന്താണെന്ന് എൻ്റെ കണ്ണിൽ കൂടെ ഇതുവരെയായിട്ട് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഞാൻ എങ്ങനെയായിരിക്കും, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന അവൻ്റെ മനസ്സ് തന്നെ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ ഡ്രൈവ്, അതെല്ലാം നമ്മൾ അടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താകും. നമ്മൾ നാച്ചുറലി എന്താണോ അതായി മാറണം നമ്മൾ. അല്ലാത്തിടത്തോളം കാലം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം നമ്മളെ ഭ്രാന്താക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. നിനക്ക് എന്താ ഇഷ്ടം അത് ചെയ്യണോ അഭി, ഇല്ലെങ്കിൽ നീ മരിച്ചു പോവും. ഇപ്പം തന്നെ മരിക്കാനുള്ള ചിന്ത, ആരെങ്കിലും വേദനിപ്പിക്കാനുള്ള ചിന്ത, അതല്ലാതെ വേറെ ഒന്നും മനസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് ഇത്രയേറെ എക്സസൈസ് ചെയ്തത്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. നീ SBIയിൽ തന്നെ നിന്നാൽ നിന്റെ ജീവിതം ഭയങ്കര കോഞ്ഞാട്ടായി പോകും. നീ ഇത് മനസ്സിലാക്ക്. ഓരോ ദിവസം കടന്നു പോകുന്നവരും നിന്റെ ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. നിന്റെ ജീവിതം, നിന്റെ സമയമാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഒരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തില്ല, നമ്മുടെ ജീവിതം പോകും. നീ SBIയിൽ തന്നെ നിൽക്കത്തില്ല ബി. ബാക്കിയുള്ളവർ SBIയിൽ കിട്ടാൻ വേണ്ടി പരക്കം പാച്ചിൽ പായുമ്പോൾ ഞാനിത് കിട്ടിയിട്ടത് വലിച്ചെറിയാൻ നോക്കുന്നു. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നിൻ്റെ കോളല്ല ഇത്. ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചോട്ടെ, നിനക്കിഷ്ടമുള്ളത് നീ ചെയ്തില്ലെങ്കിൽ നിൻ്റെ കാര്യം കട്ടപ്പോകയായിരിക്കും. നീ ഇതെല്ലാം വലിച്ചെറിഞ്ഞോ. നിൻ്റെ ഒരു ബാക്കപ്പ് പോലും എനിക്കറിയാം. പക്ഷേ പോയി സംസാരിക്കുക, ആൾക്കാരോട് സംസാരിക്കുക, എന്തെങ്കിലും കോപ്രായെങ്കിലും കാണിക്കുക, നാണം കെട്, എംബാരസ്ഡ് ആകുക. നമ്മൾ സഹായിക്കാനൊന്നും ദൈവമൊന്നും ഇറങ്ങി വരാൻ പോകുന്നില്ല. നമ്മൾ തന്നെയുള്ള വഴികൾ കണ്ടുപിടിക്കണം. നിനക്ക് വിശ്വസിക്കാൻ ദൈവത്തെ, പക്ഷെ നീ ആക്ഷൻ എടുത്താൽ മാത്രമേ ദൈവവും നിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. കഷ്ടപ്പെട്ടാൽ മാത്രമേ അദ്ദേഹം കൂടെ ഇറങ്ങി വരുത്തുള്ളൂ. മനസ്സിലാക്ക്. ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് മൈരൊക്കെയാണ് പറയുന്നത്. നീ ഹാപ്പിയാണോ? അല്ലെങ്കിൽ ഹാപ്പിയാണോ? അല്ല. മയിര്. ബാക്കിയുള്ളവരുടെ കണ്ണിൽ കൂടെ ഞാൻ എന്തിനാ എന്നെ കാണുന്നത്? അതുകൊണ്ട് എനിക്ക് എന്ത് സുഖമോ എന്ത് സന്തോഷമോ എന്താ കിട്ടുന്നത്? സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്യുക, അതിനുള്ള കഴിവുണ്ട് നിനക്ക്. പക്ഷെ നീ കിട്ടിയതും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അവിടെ ഇരിക്കും. എക്സ്പ്ലോർ ചെയ്യടാ, വെളിയിലോട്ട് ഇറങ്ങ്, പൈസ ഉണ്ടാക്കാം. പൈസയാണ് അടിസ്ഥാനം കുറേ കാര്യങ്ങൾക്കെല്ലാം. പിന്നെ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ചെയ്യുന്ന ആ കാര്യത്തിൽ നിനക്ക് സന്തോഷം കണ്ടെടുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ മുന്നോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന കണക്ക് തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നിട്ട് അവരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് ഒതുക്കാനോ വേണ്ടി നമുക്ക് ചെയ്യേണ്ടി വരും. അമ്മയോ ആരെങ്കിലും എന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ ഇറങ്ങ്, നമുക്ക് വരുന്നെടുത്ത് വെച്ചാണ്. അതേ എനിക്ക് പറയാനുള്ളത്. ഇയർ ഗ്യാപ്പോ എന്ത് വേണമെങ്കിലും വരട്ടെ. 5 മിനിറ്റ് മുമ്പ് വരും, ഭ്രാന്തായിരുന്നു നിനക്ക്. അങ്ങനെയുള്ള ജീവിതമൊന്നും ജീവിക്കാൻ എനിക്ക് വയ്യ. മരിക്കാനാണെന്ന് ചോദിച്ചാൽ മരിക്കാനുള്ള ധൈര്യമില്ല. പിന്നെ ഇത്രയും വർഷം എനിക്ക് വേണ്ടി അമ്മ ജീവിച്ചിട്ട് ആ ആളെ ഒറ്റയ്ക്കായിട്ട് ഞാൻ പോകുന്നത് അത് നന്ദി കേടാ. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മ 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചപ്പോഴും രണ്ടാമതൊരു കല്യാണം പോലും കഴിക്കാതെ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ ആൾ ഞാൻ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? ആ ആൾ വിഷമിക്കും. നീ ഇങ്ങനെ തന്നെ നിന്നാ കൂടുതൽ വിഷമിക്കും. ഇപ്പം നീ ഒരു തീരുമാനം എടുത്ത് ഇവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നീ കുറച്ച് നാളത്തേക്ക് വിഷമിക്കുമായിരിക്കും. നീയും നിൻ്റെ അമ്മയും കൂടിപ്പോൾ ഒരു കൊല്ലം അതിനുള്ളിൽ നീ മാറ്റിയെടുക്കുമല്ല. നിനക്ക് അതിനുള്ള കഴിവുണ്ട്. വിശ്വസിക്കടാ. ടൈം ലിമിറ്റഡാടാ. ഈ 25ാമത്തെ വയസ്സ് നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നീ ഏറ്റവും സ്വപ്നം കണ്ട ആ ഒരു പ്രായമായിടാ അത്. ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചാൽ നിനക്ക് എന്താടാ? അവരാണോ നിനക്ക് ഉരുട്ടി തരുന്നത് തിന്നാൻ? നീ തന്നല്ലേ. മനസ്സിലാക്കുക കാർത്തികൻ. വിട്ടെറിഞ്ഞിട്ട് വാ. എന്ത് വേണമെങ്കിലും ആകട്ടെ, നമുക്ക്
നമുക്ക് കാണാം.